ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ ബ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ഡ്രസ്സുകൾ കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സുകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അത് തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു ചേച്ചി, അംബിക സുരേഷ്, ആളുടെ അടുത്താണ് നമ്മൾ ഈ തുണികളെല്ലാം തയ്പ്പിക്കുന്നത്. അപ്പൊ ആ ചേച്ചി തയ്ച്ചു തന്ന കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനിത് നമ്മുടെ ഹൈലൈറ്റ് മോളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു അച്ചറക് പ്രിന്റ് ഒക്കെ അല്ലേ ഇത്, അങ്ങനെയൊക്കെ. അപ്പം ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ പുതിയ ഡ്രസ്സുകളൊക്കെ കാണിക്കാം, നിങ്ങളെല്ലാവരെയും കാണിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പൊ തന്നെ തയ്പ്പിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. തയ്പ്പിച്ചു കൊണ്ടുവന്നു. അതിനു മുൻപ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് മീഷോന്ന് എടുത്തിട്ടുള്ള ഒരു ബോട്ടമാണ്. 2 ബോട്ടം 100 സംതിങ് റുപ്പീസിന് നമുക്ക് കിട്ടിയത്. നല്ല തുണിയാണ്, നല്ല മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. മീഷോന്നാണ് ഞാൻ എടുത്തത്. അപ്പൊ കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മുടി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കാം അല്ലെ. എന്നിട്ട് ഇത് എന്താ പറയാ, ഫാൻ ഇടാൻ പറ്റില്ലല്ലോ. ഫാൻ ഇടുമ്പോ വോയിസ് വരണ കാരണം വോയിസ് കണ്ടോ. ഇതാണ് കേട്ടോ, ഇത് ബ്ലൂ. ഇതും എനിക്ക് 2 വെച്ചിട്ട് എനിക്ക് ഇതായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത് കൂടുതലും. ഇത് പിന്നെ തുണി വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ല സമാധാനം കിട്ടി. നല്ല സാധനമാണ്, നമുക്ക് നല്ല കുറച്ച് നാൾക്ക് നിൽക്കും ചെയ്യും. നല്ല സ്റ്റിച്ചിങ്ങും എല്ലാം, സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. മീഷോന്ന് എടുത്ത ഈ ബോട്ടം വിലക്കുറവ് തന്നെ. നമുക്കിപ്പോ ഒരു ഓഫറുകൾ വരുന്നുണ്ട്. ദീപാവലി ഓഫറിന് വന്നപ്പോ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ദീപാവലി ഓഫറിന് മേടിച്ച സംഭവമാണ്. ഇത് എന്റെ ദോപ്പു ആണത്. അനുമോളുടെ പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പം തൊട്ട് കൊണ്ടു നടക്കും. കുറെ പാവകൾ ഉണ്ടായിരുന്നു. ഓരോ പാവകൾ ഓരോ കാലഘട്ടത്തിലെ. അപ്പൊ ഇപ്പൊ ഇതൊരു 8 വർഷമായിട്ട് എന്റെ കൂടെ തന്നെയുണ്ട്. ഇത് എനിക്ക് ഏട്ടൻ കൊണ്ടുവന്ന് തന്നതാണ്. ചേട്ടൻ റെനോൾട്ടിലായിരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു ബൊമ്മയാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് ഈ ഒരു ചുരിദാറാണ്. ഇത് തുണി എടുത്തിട്ട് തയ്ച്ചതാണ്. ഞാൻ എന്റെ ഫ്രണ്ടും കൂടി കറങ്ങാൻ പോണ സമയത്ത് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇതുപോലെ മുറിച്ച് മേടിച്ചു. എന്നിട്ട് അതിൽ നിന്നുള്ള ഇതാണ് സംഭവമാണിത്. കണ്ടോ, ഇതിന്റെ കൈയൊക്കെ അടിപൊളിയാണ്. കണ്ടോ, ഇത് അടിപൊളി സ്റ്റിച്ചിങ് ആണ്. പിന്നെ എനിക്കൊരു എല്ലാരും കളിയാക്കിയെന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. എനിക്കത് ഈ ഒരു കളറ് ഇതായിട്ട് അധികം സ്യൂട്ട് അല്ല, എങ്കിലും കുഴപ്പമില്ല. ഞാനെല്ലാം ഇടാൻ തയ്യാറായിട്ടിരിക്കുന്ന എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ. അപ്പൊ ഇതാണ്, ഞാൻ അതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. ഇതൊന്ന് ഇട്ട് കാണിക്കും, പിന്നെ ഇട്ട് കാണിക്കാം. എന്താ പറയാ, മെറൂണും പിങ്കും ഗ്രീനൊക്കെയാണ് അതിന്റെ. മെറൂണും പിങ്കും ഗ്രീനൊക്കെയാണ് ഇതിന്റെ ഒരു ഇത്. ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. ഇത് മെറൂണും ഓറഞ്ചും ഗ്രീനാണ് കേട്ടോ. ഞാൻ പിങ്ക് എന്ന് പറഞ്ഞു പോയി, സോറി. പിങ്ക് അല്ല, ഓറഞ്ചാണ്. എൻ്റെ ഭാഗ്യ കളറാണ് കേട്ടോ ഓറഞ്ച്. അതായത് ഞാൻ പറഞ്ഞ് ചേച്ചി അതേപോലെ തന്നെ നമുക്ക് തയ്ച്ചു തന്നതാണ്. ഇത് മീഷോന്ന് എടുത്ത ബോട്ടാണ് കേട്ടോ. ഇതാണ് മീഷോന്ന് എടുത്ത ബോട്ടം. നേരത്തെ കാണിച്ചു തന്നില്ലേ ഞാൻ, ആ ബോട്ടാണ്. ആ ബോട്ടാണിത്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അല്ലെ. എനിക്കിഷ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇത് അടുത്തത് ഇതാണ്. ഇത് തുണി എടുത്തപ്പോ തന്നെ ഇത്തിരി കൂടുതൽ തുണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ ഒരു തുണി വെച്ചിട്ട് കഴുത്ത് കണ്ടോ, കണ്ടോ എക്സ്ട്രാ തുണി എടുത്തു വെച്ച് തയ്പ്പിച്ചതാണ് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നിയിട്ട് ഞാൻ തയ്പ്പിച്ചത് തന്നെയാണ്. അപ്പൊ ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി ഓക്കെ, ചേച്ചി എന്റെ ഫാഷൻ ഡിസൈനർ ആണ്. അപ്പൊ അത് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇതൊരു അടിപൊളി സ്റ്റിച്ചിങ് ആണ്. അടിപൊളിയാണ് ഇതൊക്കെ. ഇത് ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് വേറൊരു മോഡല്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇത്. പിന്നെ പെയിന്റ് വെച്ചിട്ടുണ്ട്. ഇതിലും ലൈനിങ്ങും ഇല്ല.
പിന്നെ ഇതിന് ഞാൻ ബോട്ടം ബ്ലൂ ആണ് കേട്ടോ, ഈ കളറില് ഡാർക്ക് ബ്ലൂവിന്റെ ബോട്ടം എനിക്ക് ഉണ്ട്, ഡാർക്ക് ബ്ലൂവിന്റെ ബോട്ടം ഉണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഇടുന്നുള്ളൂ. ഞാനിപ്പോ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഇടുമ്പോ പിന്നെ റെഡ് ഒക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയിട്ടിപ്പോ കുറച്ചുകൂടെ ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഞാനിട്ടപ്പോ. കണ്ണടയുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ട്. പിന്നെ ഇത് ഒരു കോഡ് സെറ്റ് പോലെന്റെ തുണി തന്നെ എടുത്തിട്ട് ഞാൻ തയ്പ്പിച്ചതാണ്. എന്താ പറയാ, ഇതൊക്കെ ആ ചേച്ചിയുടെ ഇഷ്ടത്തിനാണ് ഈ കഴുത്തൊക്കെ തയ്ക്കണത് കേട്ടോ. കഴുത്തും കൈയൊക്കെ തയ്ക്കുന്നതൊക്കെ ആ ചേച്ചിയുടെ ഇഷ്ടത്തിന് തന്നെയാണ് നമ്മൾ തയ്ക്കണത്. അപ്പൊ പക്ഷെ തുണിയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് കൊടുക്കും. പിന്നെ ചേച്ചി ഇഷ്ടം ആലോചിച്ചൊക്കെ നോക്കി തയ്പ്പിക്കും. ഇല്ലേ, കഴുത്തൊക്കെ സൂപ്പറാണ് കണ്ടോ. കഴുത്തൊക്കെ ഞാൻ ഇത് ഇപ്പൊ തന്നെ ഇട്ട് കാണിക്കാം. പിന്നെ അത് ഇപ്പൊ തന്നെ ഇട്ട് കാണിക്കാം ഞാൻ. അതിനൊപ്പം തന്നെ ഞാൻ ഇതിനൊരു ബോട്ടത്തിന്റെ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടം തുണി ഇതിന്റെ ഒപ്പം ഈ ബോട്ടം തുണി ഇട്ടിട്ട് ബോട്ടം ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ കാണിക്കാം, ഇനി അധികം സമയമൊന്നുമില്ല. ഇത് നമ്മളുടെ കോഡ് സെറ്റിന്റെ ഇതെടുത്തിട്ട് ഞാൻ അങ്ങനെ തയ്പ്പിച്ചതാണ്. ഇതൊക്കെ ചേച്ചിയുടെ ഐഡിയാസ് തയ്ച്ചതാണ്. പിന്നെ ഇതെന്താന്ന് വെച്ചാല്, പിന്നെ ഇതിന് ഒരു ബോട്ടത്തിന് തുണി എടുത്തു കൊടുത്തു ഞാൻ. എനിക്ക് വേറെ മോഡൽ തയ്ച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നി സിമ്പിൾ ആയിട്ട് തയ്ക്കണം തോന്നി. അതായത് പഴയകാലം ബോട്ടല്ലേ, അതുപോലെയാണ് ഇത് തയ്ച്ചിരിക്കണത്. പഴയകാലത്ത് ബോട്ടം പോലെ എനിക്കത് അങ്ങനെ തയ്പ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ തയ്പ്പിച്ചത്. ഇതൊക്കെ കഴുത്തൊക്കെ ചേച്ചിയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ തയ്ച്ചത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. എനിക്ക് നന്നായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. അടിപൊളിയാണ്, സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പർ ആണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പർ ആയിട്ടില്ലേ വർക്കൊക്കെ ചെയ്ത്, കണ്ടോ. കണ്ടോ കയ്യിന്റെ ഒക്കെ വർക്ക് കണ്ടോ, കഴുത്തിന്റെ ഒക്കെ വർക്ക് കണ്ടോ. സൂപ്പർ ആയിട്ടില്ലേ, റെഡിമെയ്ഡ് എടുത്ത പോലെ തന്നെ ഉണ്ടല്ലേ തുണികളൊക്കെ. ഇതാണ് ആ ഒരു ഭംഗി. ഇത് ഇപ്പൊ തന്നെ ഇട്ട് കാണിക്കാട്ടോ. കണ്ടോ, എന്റെ ഡ്രസ്സുകളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഇനിയും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മൾ എടുക്കും, കുറച്ച് സമയം നമുക്ക് അങ്ങനെ തയ്ക്കാനൊക്കെ വിലക്കുറവിനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തയ്പ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഇതെല്ലാം നമുക്ക് മടക്കി വെക്കണം. അപ്പം അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.